അപ്പൊ ഇതിൽ പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ആ ലൈഫിനെ ആ ഒരു രീതിയിലേ കാണുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രമേ കാണുള്ളൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമാണെങ്കിൽ അതിൽ പോവാം. അല്ലാതെ അയ്യോ എനിക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫെയിം വേണം, അല്ലെങ്കിൽ അതായത് എന്താ പറയുക, നമ്മളെ പോസിറ്റീവ്സ് മാത്രമേ അവർ കാണിക്കുള്ളൂ എന്ന് വിചാരിച്ച് പോകുന്നവരാണെങ്കിൽ പെടും. അവരിടില്ല. അവർക്ക് പുറത്ത് ആൾക്കാർക്ക് എന്താ അടിയിടിയും കുത്തും ബഹളമൊക്കെ കാണാനും കേൾക്കാനാണ് താല്പര്യം. അപ്പൊ ആ ഒരു കണ്ടന്റ് അങ്ങനെ എന്താണോ വരുന്നത് അതായിരിക്കും അവർ ഔട്ട് കൊടുക്കുക. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേ കാണുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട് വന്നതെന്നല്ലേ? അതാണ്. അതായത് സ്ക്രിപ്റ്റഡ് ആണ്, പക്ഷെ നിങ്ങൾ അതിനു മുമ്പ് കാണിച്ച കാര്യങ്ങൾ അല്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ സ്ക്രിപ്റ്റഡ് ആണോ. എങ്ങനെ ഇത്ര അഭിനയിക്കാൻ പറ്റും 100 ദിവസം ആൾക്കാർ? ഇല്ല, സ്ക്രിപ്റ്റഡ് ഇല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 2 ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവും, ക്യാമറ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നടത്തം എന്താണെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന, അങ്ങനെയൊക്കെ ലാസ്റ്റ് ദിവസം അപ്പൊ തലയൊക്കെ ചോറ് പ്രാതടിച്ചിങ്ങനെ പിന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കണ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ കുളിക്കാൻ കയറിയിട്ടുള്ളൂ, അതേപോലെ മുണ്ട കൊടുത്തിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മള് ടോട്ടലി ക്യാമറ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകും. അത് നമ്മൾ അത്രയും കാര്യം എന്താ പറയുക, നമ്മൾ ഫുൾ പാക്ഡ് ആണ്, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾഡ് ആയിരിക്കും ചില ദിവസങ്ങൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ചുമ്മാ നമ്മൾ അതിനെ പാടി. രാവിലത്തെ ഈ ഡാൻസ് കളിക്കുന്ന ഈ പരിപാടി ഭയങ്കര എനർജി ആവാൻ വേണ്ടിയിട്ടാണ്. എനർജി ആവാൻ വേണ്ടി ആക്ച്വലി നല്ലതാ. ഞങ്ങൾ ഈ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ കൃത്യം സമയത്ത് പാട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഫ്രണ്ടിൽ വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ദിവസം കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഇരിക്കും. ഇത് പാതിരാത്രി എപ്പോഴും വെളുപ്പാങ്കാലത്തായിരിക്കും കിടന്നുറങ്ങുന്നത്. നമ്മൾ ടൈം അറിയുന്നില്ല അതിന്റെ അകത്ത്. 2 മണിക്കോ 3 മണിക്കൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. വാച്ച് ഒന്നുമില്ല, വാച്ച് പോയിട്ട് ഒന്നും അലോഡല്ല. ഞങ്ങള് വാച്ച് അലോഡാണെന്നാ വെച്ചു, കാരണം സമയം നോക്കണ്ടേ. എന്ത് കാര്യത്തിന് അവർക്ക് നമ്മൾ സമയം ഒന്നും അറിയില്ല. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏത് സമയാ, ലഞ്ച് കഴിക്കുന്ന ഏത് സമയാന്നൊന്നും ഒരു പെടുത്തില്ല. ഞങ്ങളിങ്ങനെ ഈ സൂര്യന്റെ ഒരു ലെവൽ അനുസരിച്ച് നമ്മള് അത് കൂടുതലും സായിയാണ് കണ്ടുപിടിക്കുക. സൂര്യനെ നോക്കിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1:30 മണിയായി കാണും. ഇങ്ങനെ ഓരോന്നൊക്കെ സമയം ഇപ്പൊ 8:30. അത് ടിവിയിൽ മാത്രമേ നമുക്കില്ല. ഞാൻ ഫോൺ അലോഡ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഈ വാച്ചിന്റെ കാര്യം എനിക്ക് ഇങ്ങനെ ബാഗിന്റെ വാച്ച് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കുവര്. ഈ ബാഗ് എല്ലാം നമ്മളെ റൂമിൽ, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബാഗ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവര് ഫുള്ള് എല്ലാം അരിച്ചു പറക്കും. എല്ലാം അരിച്ചു പറക്കിയിട്ടാണ്, അതായത് ഇവൻ നമ്മുടെ എല്ലാ ഡ്രസ്സും കൊടഞ്ഞ് അത് ഉള്ളിൽ നോക്കി തിരിച്ചു നോക്കിയൊക്കെയാണ് അവര് തന്നെയാണ് മടക്കിയിട്ട് അവര്